മൂന്നാമത്തെ ഫോട്ടോ ആണ് നമ്മളിവിടെ റീടച്ചിങ്ങിനായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ ഒരു പ്രൊഫഷണലായിട്ടുള്ള മെത്തേഡാണ്. നല്ല ക്ലോസപ്പ് ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ നല്ല ക്ലോസപ്പ് ഫോട്ടോ, അതുപോലെ തന്നെ നല്ല ടെക്സ്ചറൊക്കെ ഉള്ളൊരു ഫോട്ടോ, അതുപോലെ തന്നെ മോഡലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് റീടച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കളർ ആൻഡ് ടോൺ കൊടുത്തപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കുക, കളറും ടോണും മാറിയതിന് ശേഷം ടെക്സ്ചർ മാത്രം കാണുന്ന ലെവലിലേക്ക് നമുക്കൊരു പിക്ചർ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ പിക്ചറിൻ്റെ ടെക്സ്ചർ മാത്രം കാണുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി. ഇവിടെ RGB/16 എന്നെഴുതിയിട്ടുണ്ട്. അപ്പം RGB/16 എന്നെഴുതി കഴിഞ്ഞാൽ ഇത് 16 ബിറ്റ് ഇമേജ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം 8 ബിറ്റ് ഇമേജ് ആണ് എന്നിരുന്നെങ്കിൽ ഇവിടെ RGB/8 എന്നാണ് എഴുതുക. അപ്പോൾ അങ്ങനെ 8 ബിറ്റ് ഇമേജ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലെയറെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് മോഡ് സബ്ട്രാക്റ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 8 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കളർ ഇൻഫർമേഷൻസ് ഒക്കെ കുറവായിരിക്കും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ട്രാക്റ്റ് മോഡിലേക്കാണ് നമ്മൾ ബ്ലെൻഡിങ് മോഡ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻവെർട്ട് അവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല, 8 ബിറ്റാണ്. അതായത് നമ്മളവിടെ കളറിനെയും ടോണിനെയും ടെക്സ്ചറിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. കളർ ആൻഡ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെയറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ലെയറിനെയും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന കളർ ആൻഡ് ടോണിലുള്ള സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം ടെക്സ്ചർ ലെയർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കൃത്യം ഫോട്ടോ കളർ ആൻഡ് ടോണിലും ടെക്സ്ചറിലും കൃത്യമായിട്ട് അതിനെ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പ്രൊഫഷണൽ. ഇപ്പം ഞാനിത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിന് ആ 3D ഫീല് കിട്ടുന്നത് നിങ്ങൾ നോക്കുക. ഭയങ്കരമായിട്ട് ആ ഒരു 3D ഫീൽ അതിന് കിട്ടുന്നതായിട്ട് കാണുന്നതായിട്ട് സാധിക്കും. ആ ഒരു ഷെയ്ഡ് വരുമ്പോഴാണ് അതിന് ആ മടക്കുകളും അതുപോലെ അതിൻ്റെ ആ 3D ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അതേസമയം ആ ഷെയ്ഡ് ഇല്ലാതെ നോക്കിക്കേ, അതൊരു ഫ്ലാറ്റ് ഇമേജ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതൊരു ഫ്ലാറ്റ് ഫോട്ടോ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ